ഹലോ ഗൈസ്, അങ്ങനെ ഐഫോൺ 18 സീരീസ് അടുത്ത മാസം ഇറങ്ങാൻ പോവാണ്. സെപ്റ്റംബർ 9-നാണ് ഇറങ്ങാൻ പോകുന്നത്. പക്ഷേ ഓൾറെഡി 100% കൺഫേംഡ് ആയിട്ടുണ്ട് പല കാര്യങ്ങളും. കാരണം ടാറ്റയുടെ 630 GB ഡേറ്റാസ് ലീക്ക് ആയിട്ടുണ്ട്. ടാറ്റയാണ് ഇന്ത്യയിൽ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഐഫോൺ. നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് 18 സീരീസിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് പറയാനുള്ളത് ബേസ് വേരിയന്റ് ഐഫോൺ 18 ഇല്ല, അത് മിഡിലോട്ടേ വരത്തുള്ളൂ. അടുത്ത വർഷം മാർച്ച് ഏപ്രിൽ ആ സമയത്തേക്കേ വരത്തുള്ളൂ. എയർ എന്നുള്ള സീരീസും അവിടെ കാണും. അതിൻ്റെ ഒരു സെക്കൻഡ് ജനറേഷൻ പോലെ അവിടെ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഈ വർഷം ഇപ്പോൾ ഐഫോൺ 18 ഇല്ല, അതിന് വേറെ 18 പ്രോയും പ്രോ മാക്സും പ്രോ ഫോൾഡും മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ 18 മേടിക്കാനിരിക്കുന്നവരോട് ഞാൻ പറയാം, 18 ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ 17 മേടിക്കാൻ ശ്രമിക്കുക. ഐഫോൺ 17 വില കുറയാൻ ഒരു ചാൻസ് പോലെ, വില കൂടാനാണ് ചാൻസ്. കാരണം 18 സീരീസ് ഇറങ്ങി കഴിയുമ്പോൾ വില കൂടാനാണ് ചാൻസ്. ഇപ്പോൾ ഓൾറെഡി ജപ്പാനിലൊക്കെ വില കൂടിയിട്ടുണ്ട് ഐഫോൺസിന്. അപ്പോൾ ഇന്ത്യയിലും ഇനി വില കൂടാൻ സാധ്യതയുണ്ട്. എത്രയും പെട്ടെന്ന് എടുത്തോ. ബിഗ് ബില്യൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ വരെ വെയിറ്റ് ചെയ്യണമെന്നില്ല. കാരണം ഐഫോൺ 18 സീരീസ് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടുതലായിരിക്കും ബേസ് ഫോണിന്. അപ്പോൾ ഐഫോൺ 17 എപ്പോൾ നിലവിലുള്ളതുകൊണ്ട് അതിന് നല്ല രീതിയിൽ പ്രൈസ് ഹൈക്ക് വരുന്നു. ഇത് 100% ഫോൾഡ് ഉണ്ടെന്നുള്ളത് കൺഫർമേഷൻ വന്നിട്ടുണ്ട്. കാരണം പല സൈറ്റുകളിലും പ്രീമിയം കേസ് സൈറ്റുകളിൽ ഇതിൻ്റെ കേസുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചൈനീസ് സൈറ്റുകളൊക്കെ എടുത്ത് നോക്കിയാൽ 18 പ്രോയും പ്രോ മാക്സിൻ്റെ ഒക്കെ കേസുകൾ അവൈലബിൾ ആണ്. ഫോൾഡിൻ്റെ ഉൾപ്പെടെ കേസുകൾ അവൈലബിൾ ആണ്. 100% ഇതെല്ലാം കൺഫേംഡ് ആണ് ഫോൾഡിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ. ഡിസൈനിൽ ഒരു ചേഞ്ചും ഇല്ല. 17 പ്രോയിലുള്ള അതേ ഡിസൈൻ തന്നെ ആയിരിക്കും വരുന്നത്. എപ്പോഴും സെയിം ഡിസൈന്, കളേഴ്സിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. കഴിഞ്ഞ വർഷം ഓറഞ്ച് കളറായിരുന്നു ട്രെൻഡിങ് ആയത്. ഈ വർഷം ഒരു ബർഗണ്ടി കളർ വരുന്നുണ്ട്. അതാണ് ഒരു അഡ്വാൻറ്റേജ്. പണ്ട് സാംസങ് ഒക്കെ ബർഗണ്ടി കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ആപ്പിൾ പിടിക്കുകയാണ്. പിന്നെ 4 കളറിലാണ് വരുന്നത് ഐഫോൺ 18 പ്രോ. സ്പെഷ്യലി ആ ഒരു കളറായിരിക്കും എടുത്തറിയാൻ പോകുന്നത് ഈ വർഷം. 17 പ്രോ മാക്സിൽ 8.75 mm തിക്നെസ് ആണ് വരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ പുതിയ കൂളിംഗ് പാഡും കാര്യങ്ങളും ഒക്കെ വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ക്യാമറ ബൾജിങ് ഉണ്ട്. ഈ വർഷം കുറച്ചുകൂടെ കൂടുതൽ 2 mm ബൾജിങ് വരുന്നുണ്ട്. കാരണം പുതിയ സെൻസറാണ് വെച്ചേക്കുന്നത്. കഴിഞ്ഞ വർഷം വന്നുകൊണ്ടിരുന്ന LTPO പാനലായിരുന്നു. ഈ പ്രാവശ്യം അതിനെ കുറച്ചുകൂടെ കളർ ഗ്രേഡിംഗ് ഒക്കെ കുറച്ചുകൂടെ ബെറ്റർ ആക്കി LTPO പാനൽ പ്ലസ് ആണ് വരുന്നത്. പ്ലസ് വരുമ്പോൾ ബാറ്ററി സേവിംഗ് ആണ്. സാംസങ്ങിന്റെ ഡിസ്പ്ലേ ആണ്. അത് പല മോഡൽസിലും IQസിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബാറ്ററി എഫിഷ്യന്റ് ആയിരിക്കും. പിന്നെ ഐഫോൺ 18 പ്രോയിൽ 6.3 ഇഞ്ച് ഡിസ്പ്ലേ വരുന്നുണ്ട്. മാക്സിൽ 6.9 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. 1 to 120 Hz ആയിരിക്കും LTPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്രഷിംഗ് റേറ്റ്, വേരിയബിൾ റിഫ്രഷിംഗ് റേറ്റ് എന്ന് പറയും. ഇപ്രാവശ്യം ഡൈനാമിക് ഐലൻഡിൻ്റെ സൈസ് 35% ആയിട്ട് റിഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ഫ്ലഡ് ഇലൂമിനേറ്റർ എന്ന് പറഞ്ഞൊരു സെൻസർ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളെ ഇൻഫ്രാറേ എന്ന് പറയും. രാത്രിയിലൊക്കെ നമുക്ക് ഫേസ് ID വർക്കാവാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു സെൻസറാണ് ഈ ഫ്ലഡ് ഇലൂമിനേറ്റർ എന്ന് പറഞ്ഞാൽ. അത് നേരത്തെയും വെച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം അതിൻ്റെ പൊസിഷൻ കുറച്ചുകൂടെ ചേഞ്ച് ചെയ്ത് കുറച്ചുകൂടെ അറേഞ്ച് ചെയ്തിട്ട് അവർ ഒരു സൈസ് റെഡ്യൂസ് ചെയ്ത്. അതാണ് 35% ലെസർ ആയിരിക്കും വരുന്നത്. പ്രോസസ്സർ A20 Pro എന്ന് പറഞ്ഞ ചിപ്പാണ് വരുന്നത് 18 പ്രോയിൽ വെച്ചേക്കുന്നത്. ഇതൊരു 2 nm പ്രോസസ്സറാണ്. കഴിഞ്ഞ വർഷത്തെ ഒരു 3 nm പ്രോസസ്സർ ആണെങ്കിൽ ഈ വർഷം 2 nm പ്രോസസ്സറാണ് വരുന്നത്. ഒരു 15% ഫാസ്റ്ററുമാണ്, 30% സ്പീഡുമാണ്, ബെറ്റർ സ്പീഡുമാണ്, എഫിഷ്യൻ്റ് ആണ്. റാം കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് ആവുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് അവർ പറയുന്നത്. 30%, 40% എന്ന് പറയും. കാരണം അവർ കമ്പയർ ചെയ്യുന്നത് ശരിക്കും പഴയ മോഡൽസുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഈ തൊട്ട് പുറയിൽ ഇറങ്ങിയ മോഡൽസിനെ അവർ കമ്പയർ ചെയ്യാറേയില്ല. അതുകൊണ്ടാണ് ഈ 30% ഒക്കെ വരുന്നത്. 20 പ്രോ ചിപ്പിൽ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPU, NPU, GPU ഉണ്ട്. അതിനകത്തോട്ട് നാൻഡും റാമും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നു. അപ്പോൾ CPU റാമും തമ്മിലുള്ള ദൂരം കുറയുന്നു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പെർഫോമൻസ് കൂടുതൽ കിട്ടും. കാരണം ഒരു റാം ചെന്ന് CPUവിൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെ വരുന്നതിൻ്റെ ആ ഒരു ദൂരം കുറവാണ്. അപ്പോൾ കുറേ കൂടെ ഫാസ്റ്ററായിട്ട് നമുക്ക് ഡേറ്റാസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ലാഗ് ഫ്രീ അവിടെ വളരെ കുറവായിരിക്കും. കാരണം തൊട്ടടുത്ത് തന്നെയാണ്, CPUവിൻ്റെ അടുത്ത് തന്നെയാണ് റാം ഇരിക്കുന്നത്. അതാണ് ഇവിടെ ഒരു വ്യത്യാസം വരുന്നത്. അത് എന്തായാലും നല്ലൊരു ടെക്നോളജിയാണ്. പലരും ഇത് കൊണ്ടുവരട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഫോണിലെ റാം അപ്ഗ്രേഡിങ് അല്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിരിക്കും റാം. 18 പ്രോയിലെ കൂളിംഗ് ചേമ്പേഴ്സ് കുറച്ചുകൂടെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ കൂളിംഗ് എഫിഷ്യൻ്റ് ആയിരിക്കും. നമ്മുടെ അടുത്ത മെയിൻ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ക്യാമറയിലാണ്. ക്യാമറയിൽ വേരിയബിൾ അപ്പാച്ചർ കൊണ്ടുവരുന്നു. പണ്ട് ഷവോമി, ഹുവായി ഒക്കെ കൊണ്ടുവന്ന വേരിയബിൾ അപ്പാച്ചർ അവരതെടുത്ത് കളഞ്ഞു. ഇപ്പോൾ ആപ്പിൾ തിരിച്ച് കൊണ്ടുവരുന്നു വേരിയബിൾ അപ്പാച്ചർ. എന്ന് വെച്ചാൽ ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ലൈറ്റിൻ്റെ ആ ഒരു ഡെപ്ത് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഐഫോൺ 18 മോഡൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു പുതിയ അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള കോൾ റിസപ്ഷനും 5G നെറ്റ്വർക്കും നമുക്ക് കിട്ടാൻ. 2 മോഡൽ എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് കോളിംഗ് അവൈലബിൾ ആണ്. 5G സാറ്റലൈറ്റ് കോളിംഗ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതൊരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ അത് എയർ ഡ്രോപ്പ്, വൈഫൈ, ബ്ലൂടൂത്ത് ഇതിലൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുന്നുണ്ട്. ഈ ഒരു മോഡൽ കിട്ടുന്നുണ്ട്. അപ്പോൾ 5Gയുടെ ആ ഒരു ഡ്രോപ്പ് ഇഷ്യൂസ് ഒന്നും നമുക്ക് വരത്തില്ല. ഈ മോഡൽ യൂസ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ ഒരു റേഞ്ച് ഇഷ്യൂ കുറവ് എന്തായാലും നമുക്ക്
കിട്ടും. ഇത് പറഞ്ഞാൽ ബാറ്ററിയെ കുറിച്ചാണ് പറയുന്നത്. ബാറ്ററി ഇപ്പോൾ സാംസങ് വരെ സിലിക്കൺ കാർബൺ യൂസ് ചെയ്യാൻ തുടങ്ങി. അവസാനം ഇറങ്ങിയ ഫോൾഡ് 8 സീരീസിൽ അവർ സിലിക്കൺ കാർബൺ യൂസ് ചെയ്തു. ബാറ്ററിയുടെ കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ടില്ല, ബട്ട് അവർ സ്റ്റിൽ സിലിക്കൺ കാർബണിലോട്ട് കടന്നിട്ടുണ്ട്. എന്തായാലും ഫ്യൂച്ചറിലേക്ക് അവർ നല്ല രീതിയിൽ ബാറ്ററി കൊണ്ടുവരും. പക്ഷേ ആപ്പിൾ ഇപ്പോഴും സ്റ്റിൽ ലിഥിയം അയോൺ ബാറ്ററി തന്നെയാണ് ഇപ്പോഴും ആപ്പിൾ സ്റ്റിൽ നിൽക്കുന്നത്. എന്നാലും നമുക്ക് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്. കഴിഞ്ഞ വർഷത്തെയാണ് 17 Pro Max. 18 Pro Maxിലോട്ട് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് US വേരിയൻറ്റ് 4288 mAh ഉണ്ട്. ഫിസിക്കൽ സിം വേർഷൻ ഇന്ത്യൻ വേർഷനിലും ഗ്ലോബൽ വേർഷനിലും 4156 mAh വരുന്നുണ്ട്. പിന്നെ 18 Pro Maxിൽ വരുമ്പോൾ 5425 mAh 391 ഇങ്ങനെ 2 വേരിയൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതിൽ കൺഫർമേഷൻ വന്നിട്ടില്ല. ഈ ഒരു പെർസെൻറ്റേജിലായിരിക്കും ബാറ്ററി വരുന്നത്. ഇനി നമുക്ക് ഐഫോൺ അൾട്രയിലോട്ട് പോകാം. സാംസങ് ഓൾറെഡി ഫോൾഡ് 8 ലോഞ്ച് ചെയ്തു. ആപ്പിൾ ഉടനെ ലോഞ്ച് ചെയ്യുന്നതുകൊണ്ട് 1 മാസം തൊട്ട് 1 മന്തിൻ്റെ ഗ്യാപ്പിൽ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല ഫോണാണ്. പക്ഷേ ടു എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് തോന്നി. 1,70,000 മണ്ടയ്ക്ക് പോകുന്നുണ്ട്. പുതിയൊരു ഫോർമാറ്റിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പണ്ടത്തെ ബ്ലാക്ക്ബെറി കീബോർഡ് അതേപോലെ തന്നെയാണ് ആപ്പിളിൻ്റെ വരാൻ പോകുന്നത്. ആപ്പിളിൻ്റെ ഡുവൽ 48 മെഗാപിക്സലിൻ്റെ ക്യാമറയായിട്ടാണ് വരുന്നത്. മറ്റേ ഡുവൽ 50 മെഗാപിക്സൽ. അത്രയുള്ള ഡിഫറൻസ്. കാവിയർ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. കാവിയർ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രീമിയം കേസുകൾ വിൽക്കുന്ന വെബ്സൈറ്റാണ്. അവിടെ ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫോൾഡിംഗ് ഫോൺസും 18 സീരീസിൻ്റെ കേസുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. കാരണം ഓൾറെഡി അടുത്ത മാസം വരുന്നതുകൊണ്ട് ഇപ്പോഴേ നമുക്ക് പ്രീ ബുക്ക് ചെയ്യാൻ കേസുകൾ. അവിടെ ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. അവിടെ നമ്മൾ നോക്കി ഇവിടെ ഗോൾഡ് കസ്റ്റമൈസ് ഐഫോണും വരുന്നുണ്ട്. അത് ഫോൺ അൾട്ര അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ഇതിനകത്തിൽ അവൈലബിൾ ആണ്. $15,560 ആണ് വരുന്നത്. 256 GB മാത്രം ഐഫോൺ അൾട്രയ്ക്ക് വരുന്നത്. ഏകദേശം ഇവിടെ ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് മേടിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴേ ഈ സാധനം ലിസ്റ്റ് ചെയ്തൊരു സ്പെഷ്യൽ എഡിഷൻ ആണ്. കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് മേടിക്കാൻ പറ്റും. കാവിയർ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വഴി. ഇത് പ്രീമിയം കേസും ഇങ്ങനത്തെ സ്പെഷ്യൽ എഡിഷൻസ് ഒക്കെ വിൽക്കുന്ന ഒരു സൈറ്റാണ്. ഇവിടെ ഈ ആപ്പിളിൻ്റെ ഈ ഒരു വേർഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവർ ആപ്പിളുമായിട്ട് കൊളാബ് ചെയ്ത് ചെയ്യുവാന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം നേരത്തെ ഇവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. എന്തായാലും സാംസങ്ങിനേക്കാൾ ഇരട്ടി വിലയിൽ ഐഫോണിൻ്റെ 3 ലക്ഷത്തിന് മണ്ടയ്ക്ക് എന്തായാലും ഐഫോൺ അൾട്രയുടെ വില പോകും. കാരണം ആപ്പിളിൻ്റെ ഒരു ബ്രാൻഡ് വാല്യൂ വെച്ച് നോക്കുമ്പോൾ മിക്കവാറും 3 lakhന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അൾട്ര. സാംസങ് ഒരു അഫോർഡബിൾ ആയിട്ട് 1,70,000 എന്ന് പറഞ്ഞാൽ അത് കൂടുതലാണ് വെച്ച് നോക്കുമ്പോൾ. കാരണം ഇപ്പോഴത്തെ റാം ഹൈക്ക് ഇല്ലായിരുന്നെങ്കിൽ സാംസങ് ചിലപ്പോൾ 1,50,000 തരായിരുന്നു ആ മൊബൈൽ. 70 ആണ് കൊണ്ട് വെച്ചിരുന്നത് ബേസ് മോഡൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ എന്തായാലും ആപ്പിൾ 3 lakh പോകുന്നുള്ളത് ഒരു സംശയം വേണ്ട. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ സാംസങ്ങിലോട്ട് പോകാൻ സാധിക്കും. ക്യാമറ വരുന്നത് ഡുവൽ ക്യാമറയാണ്. ഒരു മെയിൻ സെൻസർ 248 മെഗാപിക്സൽ ഒന്ന് മെയിൻ സെൻസറാണ് വരുന്നത്. ഒന്ന് അൾട്രാ വൈഡ് ആംഗിളാണ്. നമ്മുടെ ഗ്രീസ് കാണത്തില്ലെന്നാണ് പറയുന്നത്. കാരണം ഗ്രീസ്ലെസ് ആയിട്ട് ഇറക്കാൻ വേണ്ടിയാണ് ആപ്പിൾ ഇത്രയും വർഷം റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. മിക്കവാറും സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മിക്കവാറും ഇപ്പോൾ ഇറങ്ങിയ ഫോൾഡ് 8ൻ്റെ കൂട്ട് ചെറിയ ഗ്രീസ് വിസിബിൾ ആവാൻ സാധ്യതയുണ്ട്. നമുക്കറിയത്തില്ല. ഒപ്പോയാണ് ഇപ്പോൾ ഗ്രീസിൽ ഒരു 98% ഗ്രീസ്ലെസ് ആയിട്ടാണ് നമുക്ക് ഒപ്പോയുടെ N6 എന്ന് പറഞ്ഞൊരു ഫോൺ. ഏകദേശം 6 ലക്ഷം രൂപയോളം വരുന്നുണ്ട് ആ മൊബൈലിന്. ഇന്ത്യയിൽ അവൈലബിൾ അല്ല. നമ്മൾ GCC കൺട്രീസിലൊക്കെ അവൈലബിൾ ആണ് ആ മൊബൈൽ. അതിന് ഒരു ശകലം ഗ്രീസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണത്തില്ല. സൈഡിൽ നിന്നോ അങ്ങനെ നോക്കണം എന്ന് വിചാരിച്ചാൽ മാത്രമേ കാണത്തുള്ളൂ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ അവരാണ് ഇപ്പോൾ സ്ക്രീൻ സൈസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നർ ഡിസ്പ്ലേ 7.8 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഔട്ടർ ഡിസ്പ്ലേയിൽ 5.5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ബാറ്ററിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡുവൽ സെൽ ബാറ്ററി ആക്കി യൂസ് ചെയ്യുന്നത് വെച്ചാൽ 2 രീതിയിൽ ഫോൾഡിംഗ് ഫോണിൻ്റെ 2 ഭാഗത്തും 5400 mAh ഈ ഫോൾഡിംഗ് ഫോണിൽ വരുന്നതാണ്. ഫോൾഡിൽ വരുന്നത് വെച്ചാൽ eSIM സപ്പോർട്ടായിരിക്കും വരുന്നത്. 4.5 mm അൺഫോൾഡ് തിക്നെസ് ആണ് വരുന്നത്. USB Type C പോർട്ടാണ് വരുന്നത്. പിന്നെ ഫിസിക്കൽ സിം ഇല്ല. അവിടെ നമുക്ക് eSIM മാത്രമേ സപ്പോർട്ടുള്ളൂ. പിന്നെ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ A20 Pro തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഐഫോൺ 18 Proയും Pro Maxിൽ ഉപയോഗിക്കുന്ന സെയിം പ്രോസസ്സർ തന്നെയാണ്. A20 Pro തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. പിന്നെ എക്സ്പെക്ടേഷൻ പ്രൈസ് ആണ് പറയുന്നത്. US പ്രൈസ് ഇന്ത്യയിലോട്ട് കൺവേർട്ട് ചെയ്താണ് പറയുന്നത്. ഐഫോൺ 18 Proയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഡോളറിലാണ് 1400 ആണ് വരുന്നത്. അത് നമുക്ക് ഇന്ത്യയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 1,60,000 രൂപ തന്നെ 18 Pro സ്റ്റാർട്ട് ചെയ്യും. ഐഫോൺ 18 Pro Maxന് വരുമ്പോൾ $1,500 ആണ് വരുന്നത്. അതിൽ 1,75,000 രൂപയാണ് വരുന്ന പ്രൈസ്. സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് ഈ പറയുന്നത്. ഇത് കൺഫേംഡ് അല്ല, ഇത് ഏകദേശ പ്രൈസ് ആണ് പറയുന്നത്. പിന്നെ ഇത്രയൊക്കെയുള്ളൂ പറയാൻ. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടും.